മുത്തുമണീസ് എല്ലാവരും എന്തെടുക്കും? ചായയൊക്കെ കുടിച്ചോ? എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? അങ്ങനെ ഈ സീനിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്റലിജൻസ് 40% നിന്ന് 100 വെച്ചതിന് ശേഷം ഇപ്പോൾ ഹ്യൂമൻസിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഐറിസ് ചിന്തിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ തിരികെ പോയി ജോഷിന്റെ കാർ എടുത്ത് പോവാം എന്ന് ഐറിസ് തീരുമാനിക്കുന്നു. അങ്ങനെ സർഗിയുടെ പ്ലേസിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഇളയും പാട്രിക്കും ഈ വഴി വരുന്നത് കാണുന്നത്. ഇത് കണ്ട് ഐറിസ് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു. താനൊരു റോബോട്ടാണെന്ന് പാട്രിക്കിന് മനസ്സിലായിരുന്നു. ജോഷ് ഐറിസിന് ചെയ്ത പോലെ ഇളയ അവനെയും പ്രോഗ്രാമിംഗ് എല്ലാം ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഏയ് നോ പാട്രിക്, നീ എൻ്റെ ജീവനാണ്, നിന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഇളയ പാട്രിക്കിനോട് പറയുന്നു. ഇളയുടെ മറുപടി കേട്ടപ്പോൾ പാട്രിക്കിന് ഒരുപാട് സന്തോഷമായി. ഇവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഐറിസിന്റെ കയ്യിലുണ്ടായിരുന്ന ജോഷിന്റെ ടാബ് വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ ഐറിസ് ഉണ്ടെന്ന് മനസ്സിലായ ഇളയി അവളുടെ നേരെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ഇളയ്ക്ക് നല്ല ഉന്നമില്ലാത്തത് കൊണ്ട് ഐറിസ് അവിടെ നിന്ന് മൂടി മാറുന്നു. എന്നാൽ പാട്രിക്കും ഇളയും അവളെ വിടാതെ തന്നെ പിന്തുടർന്നു. ഒരു പോയിന്റിൽ അവളെ പിടിച്ചു താഴെയിട്ടു. ഇളയുടെ കയ്യിൽ നിന്ന് വീണ തോക്കെടുക്കാൻ രണ്ടുപേരും ശ്രമിക്കുന്നതിനിടയിൽ പിടിവലിയായി. ഒടുവിൽ ഗൺ ഫയറായി ബുള്ളറ്റ് ഇളയുടെ നെഞ്ചിലൂടെ തുളഞ്ഞിറങ്ങി. അങ്ങനെ ഇളയി മരിക്കുന്നു. അപ്പോഴേക്കും ജോഷും പാട്രിക്കും കാറ്റും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഐറിസ് അവിടെ നിന്നും ഓടി. പുറകെ ജോഷും ഓടി വരുന്നുണ്ട്. ഐറിസ് വേഗം ജോഷിന്റെ കാറിനുള്ളിലേക്ക് കയറുന്നു. എന്നാൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ജോഷ് പറഞ്ഞാൽ മാത്രമേ കാർ സ്റ്റാർട്ട് ആവുകയുള്ളൂ. എന്നാൽ കാർ തുറക്കാൻ പറ്റാത്തത് കാരണം ജോഷ് ഒരു വലിയ കല്ലെടുത്ത് കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ഐറിസ് ഒരുപാട് വോയിസ് ചേഞ്ച് ട്രൈ ചെയ്യുന്നു. ഒരു വിധത്തിൽ കാർ സ്റ്റാർട്ടായി. ജോഷ് കാറിന്റെ ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാർ ജോഷിന്റെ കാലിലൂടെ കയറി ഇറങ്ങുന്നു. എന്നിട്ട് ഐറിസ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് ജോഷ് വേഗം വീടിനുള്ളിലേക്ക് പോയി സർഗിയുടെ ഫോൺ എടുത്ത് തന്റെ കാർ മോഷണം പോയി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കാരണം ഐറിസ് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ സ്റ്റോപ്പ് ആവുന്നു. എന്നിട്ട് സർഗിയുടെ ഫോണിൽ നിന്നും ജോഷ് ഐറിസിന്റെ കയ്യിലുള്ള തന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഐറിസ് അറ്റൻഡ് ചെയ്യുന്നു. ശരി ഐറിസ്, നീ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് മറന്നിട്ട് നമ്മുടെ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. നീ തിരിച്ചു എൻ്റെ അടുത്തേക്ക് വാ. ഇല്ല, എനിക്ക് വരാൻ കഴിയില്ല. ഇനിയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. ഇതിനുശേഷം ജോഷ് പാട്രിക്കിന്റെ അടുത്ത് പോയി. ഏയ് പാട്രിക്, നീ വേഗം പോയി ഐറിസിനെ പിടിക്കേ. എന്നാൽ പാട്രിക് ഇപ്പോഴും നമ്മുടെ ഇളയി മരിച്ച വിഷമത്തിലായിരുന്നു. എന്നാൽ ജോഷ് പാട്രിക്കിനെ റീസെറ്റ് ചെയ്ത് പാട്രിക്കിനെ ജോഷുമായും ഒരു ലവ് ലിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നു. പാട്രിക്കിന്റെ മെമ്പറിൽ ജോഷ് ആണ് ഇപ്പോൾ പാട്രിക്കിന്റെ ബോയ്ഫ്രണ്ട്. ഇനി ജോഷിന്റെ കമാൻഡ് അനുസരിച്ചായിരിക്കും പാട്രിക് എല്ലാം ചെയ്യുന്നത്. അടുത്ത സീനിൽ സ്റ്റോപ്പായ കാറിൽ നിന്നും ഐറിസ് കണ്ണാടിയെല്ലാം പൊട്ടിച്ച് പുറത്തു കടക്കുന്നു. ഇപ്പോൾ ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ തനിക്ക് സത്യം മാത്രമേ പറയാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ഐറിസ് ജർമ്മൻ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നു. പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഐറിസ് ജർമ്മൻ ഭാഷയിൽ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരനൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ആംഗ്യ ഭാഷയിലെല്ലാം ഓരോന്ന് ചോദിക്കുന്നു. അവൾ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് സർഗിയുടെ വീടാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. എന്നിട്ട് ഐറിസിനോട് സർഗിയെ അവൾക്ക് കൊല്ലേണ്ടി വന്നെന്നും ജർമ്മൻ ഭാഷയിൽ പറയുന്നു. പുള്ളിക്കാരൻ ഐറിസിനോട് തൻ്റെ കൂടെ വന്നാൽ സർഗിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഐറിസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഐറിസിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസുകാരൻ കാറിലേക്ക് നോക്കിയപ്പോൾ ആ കത്തി അതിനകത്ത് കാണുന്നു. ഉടനെ അയാൾ ഐറിസിനെതിരെ തോക്ക് ചൂണ്ടി. ഇപ്പോൾ ഐറിസിനെ പിടിക്കാൻ ഇവിടേക്ക് പാട്രിക്കും വരുന്നു. പോലീസുകാരൻ ഐറിസിനെ തിരിച്ചു നിർത്തി അവളുടെ കയ്യിൽ വിലങ്ങിട്ടു. പാട്രിക് വരുന്നത് കണ്ട പോലീസുകാരൻ അവനെതിരെ തോക്ക് ചൂണ്ടിയെങ്കിലും അഗ്രഷൻ 100% ഉണ്ടായിരുന്ന പാട്രിക് ആ തോക്ക് പിടിച്ചു വാങ്ങി പുള്ളിക്കാരന്റെ മുഖം ഇടിച്ച് ചമ്മന്തിയാക്കി അയാളെ കൊല്ലുന്നു. പാവല്ലേ. ഇതെല്ലാം കണ്ട ഐറിസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാട്രിക് ജോഷിന്റെ ടാബ് എടുത്തു ഐറിസിനെ സ്ലിപ്പ് ചെയ്യുന്നു. സർഗിയുടെ വീട്ടിൽ ജോഷ് ഐറിസിനെ പിടിക്കാൻ പോയപ്പോഴുണ്ടായ മുറിവിലെല്ലാം മരുന്ന് വെക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് പോലീസുകാരന്റെ കാറിൽ പാട്രിക് ഐറിസിനെയും ആ പോലീസുകാരന്റെ ബോഡിയും കൊണ്ടുവരുന്നു. സർഗിയെ മാത്രം കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ കൊലപാതകം 3 ഇതെല്ലാം കണ്ട് കാറ്റിന്റെ മനസ്സ് മാറുന്നു. ഓ നോ. അവൾ പകുതി പണവും എടുത്ത് അവിടെ നിന്ന് പോവാൻ നോക്കുന്നു. ജോഷ് കാറ്റിനോട് ഇപ്പോൾ പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവൾ കേൾക്കാതായപ്പോൾ പാട്രിക്കിനോട് അവളെ തടയാൻ പറയുന്നു. എന്നാൽ അഗ്രഷൻ 100 കിടന്ന പാട്രിക് ഒരു കത്തി എടുത്ത് കാറ്റിനെ കുത്തുന്നു. നീ എന്താ അവളെ കുത്തിയത്?
നിങ്ങളല്ലേ പറഞ്ഞേ അവളെ തടയാൻ? കത്തിയോട്ട് കുത്തി, അവൾ ചത്തു. അത്രയല്ലേ ഉള്ളൂ. ഇനി അവൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ക്യാറ്റും മരിക്കുന്നു. അടുത്ത സീനിൽ ജോഷ് നമ്മുടെ ഐറിസിനെ ഒരു ചെയറിൽ ഇരുത്തിയിട്ട്, നോക്ക് ഹാരിസ്, ഇപ്പോൾ എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. എന്നെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്. എന്ത്? നിനക്ക് ജീവിക്കണോ? മനുഷ്യരായിരുന്ന ഇളയ ക്യാറ്റ് എല്ലാവരും മരിച്ചുപോയി. എന്നിട്ട് ഒരു മെഷീനായ നീ എന്തിന് ജീവിക്കണം? എന്ത്? ക്യാറ്റ് മരിച്ചുപോയോ? അവൾ എങ്ങനെയാ മരിച്ചേ? അവളെയും നീയാ കൊന്നേ. നീ നീ കള്ളം പറയുകയാണ്. അവളെ ഞാനല്ല കൊന്നത്. പോലീസ് വന്ന് ചോദിച്ചാൽ ഞാൻ അതാണ് പറയാൻ പോകുന്നത്. അവളെ മാത്രമല്ല, എല്ലാവരെയും കൊന്നത് നീയാണ്. നീ മാത്രമാണ്. ഞാൻ അങ്ങനെയേ പറയൂ. ഇങ്ങോട്ട് നോക്ക് ജോഷ്. നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്റെ പ്ലാൻ എന്താണെന്നെല്ലാം എനിക്കും അറിയാം. പോലീസ് വന്നാൽ ഞാൻ അവരോട് എല്ലാം പറയും. എനിക്ക് കള്ളം പറയാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? ജോഷ് ഐറിസിന്റെ ഇന്റലിജൻസ് 100-ൽ നിന്നും 0 ആക്കി വെക്കുന്നു. നീ ഒരു റോബോട്ട് ആണെങ്കിലും നിനക്ക് വേദനയൊക്കെ അറിയാൻ പറ്റുമല്ലേ? നിനക്ക് വേദന എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്ത് പറഞ്ഞാൽ നിനക്കിപ്പോൾ അനുസരിച്ചേ പറ്റൂ. ഐറിസ്, നീ നിന്റെ കൈ നീട്ടി വെച്ചേ. എന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി എടുത്ത് ഐറിസിന്റെ കയ്യിൽ താഴെ വെക്കുന്നു. മനുഷ്യരെ പോലെ എല്ലാ സെൻസറുമുള്ള റോബോട്ടാണ് ഐറിസ്. ജോഷ് എന്നിട്ട് ഐറിസിനെ പർച്ചേസ് ചെയ്ത കമ്പനിയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് എന്ന റോബോട്ടിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം കൊന്നു. കുറച്ച് സമയത്തിനകം തന്നെ അവരിവിടെ എത്തും. അപ്പോഴേക്കും ഐറിസിന്റെ കൈ മുഴുവൻ കത്തി. തീ അവളുടെ ഡ്രസ്സിലേക്ക് കയറി. ജോഷ് പാട്രിക്കിനോട് തീ കെടുത്താൻ പറഞ്ഞു. എന്നിട്ട് ഐറിസിന്റെ കയ്യിൽ ഗൺ കൊടുത്തിട്ട് അവളുടെ തലയിലേക്ക് തന്നെ സ്വയം ഷൂട്ട് ചെയ്യാൻ പറയുന്നു. ജോഷ് പറയുന്നത് എന്താണോ അതുപോലെ ഐറിസ് അനുസരിക്കും. അങ്ങനെ ജോഷ് പറഞ്ഞ പോലെ ഐറിസ് സ്വയം ഷൂട്ട് ചെയ്തു ഷട്ട് ഡൗൺ ആവുന്നു. ഇപ്പോൾ കമ്പാനിയൻ റോബോട്ടിന്റെ കമ്പനിയിൽ നിന്നും ആള് വരുന്നു. ഇപ്പോൾ അവരോട് പുതിയ സ്റ്റോറി ഉണ്ടാക്കി പറയുകയാണ് ജോഷ്. കാറ്റും ജോഷും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഐറിസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഭയങ്കര വെയ്യർഡായിട്ടാണ് ഐറിസ് പെരുമാറിയത്. പിന്നെ ആർക്കും അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെയായി. അതിനുശേഷം ഐറിസ് ഓരോരുത്തരെയായി കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നു. വിശ്വാസമില്ലെങ്കിൽ ഈ പോലീസുകാരനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. പോലീസുകാരൻ ആരാണെന്നറിയോ? നോക്കുമ്പോൾ നമ്മുടെ പാട്രിക്. നേരത്തെ കൊന്ന ആ പോലീസുകാരനില്ലേ, അവൻ്റെ യൂണിഫോം ഒക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കുന്നു. ഇവർ പോലീസാണോ? ഇവന് മുമ്പ് ഞാൻ ഇവിടെ വെച്ചു കണ്ടിട്ടുണ്ടല്ലോ എന്ന് പാട്രിക്കിനോട്. അപ്പോൾ നിങ്ങളാണോ അവളെ ഷൂട്ട് ചെയ്ത് കൊന്നത്? അല്ല, ഞാനല്ല. അവൾ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഓഫീസറിനെ കണ്ടപ്പോൾ അവൾ പേടിച്ച് സ്വയം ഷൂട്ട് ചെയ്യുകയായിരുന്നു. അതാണ് സംഭവിച്ചത് എന്ന് ജോഷ് പറയുന്നു. അതിനുശേഷം ഐറിസിനെ കൊണ്ട് തിരികെ പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ, ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഐറിസിന്റെ സിസ്റ്റത്തിൽ റെക്കോർഡായിട്ടുണ്ടാവും. വിഷ്വൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റിയാൽ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. ഓ, ഇത് കേട്ട് ജോഷ് ഞെട്ടിപ്പോയി. ഓ ഗോഡ്, ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ജോഷ് പ്രതീക്ഷിച്ചതേയില്ല. ഐറിസ് അവളുടെ തലയിൽ ഷൂട്ട് ചെയ്ത് മരിച്ചാലും അവളുടെ SD ഉൾപ്പെടെ മെയിൻ പാർട്ട് ഒക്കെ അവളുടെ വയറിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ നശിക്കാൻ ഒരു ചാൻസുമില്ല. അവർ പോയതിനു ശേഷം ജോഷ് പാട്രിക്കിനോട് അവരെ രണ്ടുപേരെയും കൊന്നിട്ട് ഐറിസിനെ എടുത്തു വരാൻ പറയുന്നു. അവർ ഐറിസിനെ വാഹനത്തിലേക്ക് മാറ്റി ഐറിസിനെ റീബൂട്ട് ചെയ്ത് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് പാട്രിക് അവരുടെ വണ്ടിയുടെ മുമ്പിലെത്തി. എന്നിട്ട് പാട്രിക് ഇവരെ ഷൂട്ട് ചെയ്യുന്നു. രണ്ടുപേരിൽ ഒരാൾ അപ്പോൾ തന്നെ മരിക്കുന്നു. രണ്ടാമത്തെയാൾ ജീവനും കൊണ്ട് ഓടി. രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പാട്രിക്കും അവന്റെ പുറകെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐറിസ് റീബൂട്ടായി എണീക്കുന്നുണ്ട്. പാട്രിക് അവനെയും കൂടെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഐറിസ് ഒരു ടേസറും കൊണ്ട് പാട്രിക്സിനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നു. എന്നാൽ ജസ്റ്റ് ഒന്ന് റീബൂട്ടായി വന്നത് കാരണം അവൾക്കിപ്പോൾ പാട്രിക്കിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പാട്രിക് ഇവളുടെ കയ്യിൽ നിന്ന് ടേസർ പിടിച്ചു വാങ്ങി ഇവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാട്രിക്കും ഇളയും തമ്മിലുള്ള റിലേഷനെ പറ്റി ഇവൾ പറയുന്നുണ്ട്. അത് കേട്ട് ഒരു നിമിഷം പാട്രിക് സ്റ്റക്കായിപ്പോയി. അവരുടെ ബന്ധത്തെപ്പറ്റിയുള്ള മെമ്മറി എല്ലാം അവൻ ഇപ്പോൾ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. താൻ ഇളയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കിയ പാട്രിക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ടേസർ അവൻ്റെ വായിലേക്ക് വെച്ച് അത് ഓൺ ചെയ്ത് സ്വയം ഷട്ട് ഡൗൺ ആവുന്നു. അതിനുശേഷം ഐറിസ് കമ്പനിയിൽ നിന്ന് വന്ന ആ ജീവനോടെയുള്ള ആളില്ലേ, അയാളുടെ പേര് ടെഡ്ഡി, അയാളോട് ഒരു സഹായം ചോദിക്കുന്നുണ്ട്.
സഹായം എന്താണെന്ന് വെച്ചാൽ ഐറിസിന്റെ പൂർണ്ണ കൺട്രോൾ അവളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. വേറെ ആരും കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഐറിസ് അയാളുടെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് ടെഡി അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് ഇനി ജോഷിനെ അവന്റെ സിസ്റ്റം യൂസ് ചെയ്ത് ഐറിസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് ഐറിസ് ജോഷിന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ നേരെ ഗൺ ചൂണ്ടുന്നു. ഹേ ജോഷ്, നീ എന്നെ കൺട്രോൾ ചെയ്തിരുന്ന കാലമെല്ലാം കഴിഞ്ഞു. ഇപ്പോ ഞാൻ എൻ്റെ സ്വന്തം കൺട്രോളിലാണ്. ഓക്കേ. ഇതൊന്നും കാര്യമാക്കാതെ ജോഷ് ഐറിസിന്റെ അടുത്ത് വന്ന് ഗൺ പിടിച്ച് അവന്റെ നെഞ്ചത്തോട്ട് വെക്കുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറയുന്നു. എന്നാൽ ജോഷിന് അറിയാലോ, ഐറിസിന് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ട്. അവൾ ഷൂട്ട് ചെയ്യില്ല എന്നൊക്കെ. ഐറിസിന്റെ മെമ്മറിയിലും അവർ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും ആവട്ടെ, അവിടെ വെച്ച് കണ്ടുമുട്ടിയ ആ മെമ്മറീസ് ഇല്ലേ, ആ മൊമെന്റ്, അതൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഈ അവസരം മുതലാക്കി ജോഷ് ഐറിസിനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഐറിസിനെ കൊണ്ട് തന്നെ അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയാൻ പറയുന്നു. വേറെ വഴിയൊന്നുമില്ലാതെ ഐറിസ് അവനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. എന്നിട്ട് എനിക്കും ഇത് കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് ജോഷ് ഐറിസിന്റെ വയറിന് മുകളിൽ ഗൺ പോയിന്റ് ചെയ്യുന്നു. ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡേറ്റാസ് എല്ലാം നശിപ്പിക്കാനും നിന്നെ കൊല്ലാനും എല്ലാത്തിനും പറ്റുമല്ലോ. എന്നിട്ട് ഞാൻ നിന്നെ കൊന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നിനക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ ഐറിസ്? അപ്പോൾ ഐറിസ് ഗോ ടു സ്ലീപ് എന്ന് പറഞ്ഞിട്ട് ജോഷിന്റെ തലയിലേക്ക് എന്തോ ഒന്ന് കുത്തിവെച്ച് ഓൺ ചെയ്തു. അത് അവന്റെ തലയിലേക്ക് കുത്തിയിറങ്ങി അത്രയും ഭാഗം പറിച്ചെടുക്കും. അങ്ങനെ ജോഷിനെയും കൊന്നതിന് ശേഷം നന്നായി ഒന്ന് കുളിച്ച് സർഗിയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഇവൾക്ക് സൂട്ടാവുന്ന ഒരു ഡ്രസ് എടുത്തിട്ട് ഫ്രീ ബേഡായി ഒരു കാറിൽ അങ്ങനെ പോകുന്നു. ഈ സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഹലോ മുതുമണീസ്, അപ്പം എങ്ങനെയാ, കഥ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ല. മൂവീസ് നല്ല മൂവിയാണ്. പക്ഷേ എൻ്റെ എന്താ പറയാ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് അറിയത്തില്ല. ഇഷ്ടമായെങ്കിൽ കമൻ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.